بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. للذين أحسنوا الحسنى وزيادة. صدق الله مولانا العظيم. سترون ربكم كما ترون القمر ليلة البدر. صدق رسول الله صلى الله عليه وسلم. يا ربي صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. مولاي صل وسلم دائما أبدا حبيبك خير الخلق كلهم. السلام عليكم ورحمة الله وبركاته. ബഹുമാന്യരായ ഉലമാക്കളെ, ഉമറാക്കളെ, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരെ, പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാർ ഉണ്ടെങ്കിൽ സഹോദരിമാരെ, പിഞ്ചോമന മക്കളെ, അൽഹംദുലില്ലാഹ് നാം ഇവിടെ സംഘടിപ്പിച്ച 2 ദിവസത്തെ പരിപാടി, ഇന്നലത്തെ പരിപാടിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട എല്ലാമെല്ലാമായ ഖുർറത്തുസ്സാദ് പ്രിയപ്പെട്ട മകൻ അബ്ദുറഹ്മാൻ വന്ന് നമ്മൾ കരുതിയെങ്കിലും ബഹുമാനപ്പെട്ടവർ ഇന്നലത്തെ പരിപാടിക്ക് 2 മണിക്കൂറോളം ഇവിടെ ചെലവഴിച്ചു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ആ നിലക്ക് നല്ലൊരു വമ്പിച്ച പരിപാടിയായിരുന്നു ഇന്നലെ രാത്രി ഇവിടെ നടന്നത്. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഖുറത്തുസ്സാദാത്ത് ഖുറാത്തങ്ങളുടെ ഉറൂസിൻ്റെ സ്വാഗത സംഘം എല്ലാം 2 ആഴ്ചക്ക് മുമ്പ് രൂപീകരിച്ചു കഴിഞ്ഞു. ഉറൂസ് അടുത്തുകൊണ്ടിരിക്കുന്നു, മഖാമിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. കരുതിയതിനേക്കാൾ വിജയത്തോടെ സന്തോഷത്തോടെ ഉള്ളാളം ഉറൂസ് അള്ളാഹു പൂർത്തീകരിച്ച് തന്നതുപോലെ ബഹുമാനപ്പെട്ട ഖുർറത്തുസ്സാദാത്ത് തങ്ങളുടെ ഉറൂസും അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിച്ച് തരുമാറാകട്ടെ. 29-ാം തീയതി രണ്ടാമത്തെ നമ്മുടെ ഈ സമാപന ദിവസം ഞാനും നിങ്ങളും എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മഹാനായ ശൈഖുന പേരോട് ഉസ്താദിൻ്റെ ആ അർത്ഥവത്തായ, ആ പഠനാർഹമായ നീണ്ട നേരത്തെ ഉപദേശമാണ്. കാലാവസ്ഥ ഒരൽപ്പം അനുകൂലമല്ലെങ്കിലും ഇൻഷാ അല്ലാഹ് ഉസ്താദിൻ്റെ പ്രഭാഷണം നമ്മുടെ മജ്ലിസിൽ അതിൻ്റെ ഹക്ക് പോലെ നടക്കുമെന്ന് നാം വിശ്വസിക്കുന്നു.
സാധവരുകൾക്ക് നമ്മുടെ മുമ്പിൽ വന്ന് ദീർഘനേരം ആവശ്യവും അത്യാവശ്യവുമായ കാര്യങ്ങൾ നമ്മെ ഉപദേശിക്കാൻ, നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു ആഫിയത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഏതായിരുന്നാലും എൻ്റെ സംസാരം ഉസ്താദ് വരുന്നത് വരെ എന്ന് ഇവിടെ പറഞ്ഞു കേൾപ്പിച്ചെങ്കിലും ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ ഒരല്പം ചില്ലറ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഉസ്താദിൻ്റെ വരവോടുകൂടി എൻ്റെ സംസാരം പെട്ടെന്ന് അവസാനിപ്പിക്കുകയും ചെയ്യും. ഞാൻ എത്രത്തോളം വലിയൊരു സംസാരിക്കുന്ന ആളല്ലെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ ദീനും സുന്നത്ത് ജമാഅത്തും അതിൻ്റെ ഹക്ക് പോലെ ഈ സമുദായത്തിന് പറഞ്ഞു കൊടുക്കാനും വിവരിച്ചു കൊടുക്കാനും നമ്മുടെ ഉലമാഇന് ആഫിയത്തും ദീർഘായുസ്സും നൽകി ഈ സമുദായത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ഞാൻ സംസാരിക്കുന്നത് ശരിക്കും കേൾക്കുന്നുണ്ടോ? മുമ്പ് ഒന്ന് രണ്ട് സംസാരം ഇവിടെ സംസാരിച്ചത് ഞാൻ ഇവിടെ ഇരുന്നത് കൊണ്ടാണെന്നറിയുന്നില്ല, എല്ലാം എനിക്ക് ഉൾക്കൊള്ളാനായില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ മൂപ്പർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മനസ്സിലാവുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതിക ലോകത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിലാർക്കും രണ്ടഭിപ്രായമില്ല, എതിരഭിപ്രായമില്ല. അത് 100% നാം ഓരോരുത്തരും സമ്മതിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം പിന്നെ വേറൊരു അനുഗ്രഹം വലുതായി പറയാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം, അത് വളരെ ഗൗരവമായി ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതാണ്. എന്താണത്? അത് മറ്റൊന്നുമല്ല, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് പരിശുദ്ധമായ കലിമത്തു തൗഹീദാണ്. ആ പരിശുദ്ധ കലിമത്തു തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവിടെ ജനിപ്പിച്ചു എന്നതാണ്. അതാണ് അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം. അല്ലാഹു ഒരുവനാണെന്നും അവൻ മാത്രമാണ് ആരാധനക്കർഹനെന്നും ഉള്ള ആ വിശ്വാസം നമ്മുടെ ഖൽബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടു തന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് അല്ലാഹു പറഞ്ഞയച്ച അല്ലാഹുവിൻ്റെ ഹക്കായ യഥാർത്ഥമായ റസൂലാണ്.
അഥവാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ പരിശുദ്ധമായ രണ്ട് കലിമത്തിലുള്ള വിശ്വാസം, ആ പരിശുദ്ധമായ രണ്ട് കലിമത്തിലുള്ള ആ വിശ്വാസക്കാരായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവിടെ സൃഷ്ടിച്ചു എന്നത് അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇത് വളരെ ഗൗരവമായി ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ആ പരിശുദ്ധമായ കലിമത്തു തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവിക്കുവാനും ആ വിശ്വാസം മരണം വരെ നമ്മുടെ ഖൽബിൽ നമുക്ക് നിലനിർത്തുവാനും അതേ കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് പരിപൂർണമായി ഈമാനോടെ ഈ ലോകത്തോട് വിട പറയാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ദുആ ചെയ്യുകയാണ്. വൈരികെട്ട ജമാഅത്തിൽ കൂടി പിരിയുന്ന നമ്മുടെ സംഘടനാ പ്രവർത്തകർ സംഘടിപ്പിച്ച മഹത്തായ പരിപാടിയാണിത്. ബഹുമാനപ്പെട്ട സലീം മദനി ഉസ്താദ് സ്വാഗതത്തിൽ അത് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് അത് ഖബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കുറേ കാലമായി സുന്നി സംഘടനകൾ ഇവിടെ രൂപീകരിച്ച് ആ സംഘടനകൾ മുഖേന കുറേ നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്തു വന്നിട്ടുണ്ട്, ചെയ്തു വരുന്നുണ്ട്. ചെയ്തതെല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇനിയും അതിനേക്കാൾ നല്ല നല്ല കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ നമ്മുടെ സംഘാടകർക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ആദ്യമായി ഞാൻ ദുആ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധ കലിമത്തു തൗഹീദ്, ആ കലിമത്തു തൗഹീദിൻ്റെ വിശ്വാസക്കാരായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവിടെ സൃഷ്ടിച്ചു എന്നത് അല്ലാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതേ വിശ്വാസത്തിലായി ജീവിക്കാനും ഈ ലോകത്തോട് വിട പറയാനും നമുക്ക് അവസരമുണ്ടാകണം. കലിമത്തു തൗഹീദിൻ്റെ വിശ്വാസക്കാരായി ജനിച്ചു വീണ എല്ലാവരും അതേ വിശ്വാസക്കാരായി ജീവിച്ചു കൊള്ളണമെന്നില്ല, അതേ വിശ്വാസക്കാരായി മരിച്ചു പോകണം എന്നില്ല. പലരും മുസ്ലിമായി ജനിക്കുന്നു, അമുസ്ലിമായി ചത്തുപോകുന്നു. അങ്ങനെയും ഒരവസ്ഥ നമുക്ക് കാണാനുണ്ട്. പലരും അമുസ്ലിമായി ജനിക്കുന്നു, മുസ്ലിമായി മരിക്കുന്നു. അങ്ങനെയും ഒരു വിഭാഗത്തെ നമുക്കിവിടെ കാണാനുണ്ട്. പലരും അമുസ്ലിമായി ജനിക്കുന്നു, അമുസ്ലിമായി തന്നെ മരിച്ചു പോകുന്നു. അങ്ങനെയും ഒരു വിഭാഗത്തെ നമുക്കിവിടെ കാണാനുണ്ട്. എന്നാൽ ഒരു വിഭാഗം ആളുകൾ, ഒരു വിഭാഗം ജനങ്ങൾ അവരുടെ ജനനവും അവരുടെ ജീവിതവും അവരുടെ മരണവും എല്ലാം ഇസ്ലാമിൽ തന്നെയാണ്. മുസ്ലിമായി ജീവിച്ചതുകൊണ്ട് മുസ്ലിമായി മരിച്ചു കൊള്ളണമെന്ന് നിയമമില്ല. മുസ്ലിമായി ജനിച്ചാൽ അതേ ആ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ഇസ്ലാമിൻ്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്ന് ജീവിതം അവസാനിപ്പിച്ചാൽ കലിമ ചൊല്ലി പരിപൂർണമായ ഈമാനോടുകൂടി മരിക്കാൻ കഴിയും. ആ വിഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി മരിച്ച് ഖബറിലെത്തുന്ന വിഭാഗം
അവരാണ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. അവരാണ് അള്ളാഹുവിൻ്റെ ശരിയായ മുത്തഖിങ്ങൾ. ആ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, കലിമത്തു തൗഹീദിൻ്റെ വിശ്വാസത്തിലായി അള്ളാഹു ജനിപ്പിച്ചു എന്നത് അള്ളാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അത് ഒന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം അബി ഹാമിദിൻ ഖസാലി ഇമാം റളിയല്ലാഹു അൻഹു മഹാനവരുടെ ഒരു ഉദ്ധരണി നമുക്ക് വിവരിക്കാം. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബി ഹാമിദിൻ ഖസാലി ഇമാം റളിയല്ലാഹു അൻഹു തങ്ങൾ മൂപ്പരുടെ കിതാബിൽ രേഖപ്പെടുത്തുന്നു, ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ്റെ ജനനം മുതൽ എന്നല്ല മഹാനവരുകൾ പറയുന്നത്. ഒരു യഥാർത്ഥമായ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൻ്റെ ഉത്ഭവം മുതൽ, ഈ ലോകത്തിൻ്റെ ഉത്ഭവം മുതൽ ലോകത്തിൻ്റെ അന്ത്യം വരെ അർഹമുർ-റാഹിമീനായ ഒരുവനായ അല്ലാഹുവിൻ്റെ സുജൂദിൽ അവൻ കാലം ചെലവഴിച്ചു. ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ്റെ ജനനം മുതൽക്ക് എന്നല്ല ഖസാലി ഇമാം തങ്ങൾ പറയുന്നത്. ഒരു മുസ്ലിമായ മനുഷ്യൻ ഈ ലോകത്തിൻ്റെ ഉത്ഭവം മുതൽ ലോകത്തിൻ്റെ അന്ത്യം വരെ നീണ്ട കാലം ഒരണുവോളം തല ഉയർത്താതെ സുജൂദിൽ തന്നെ ലോകത്തെ അവൻ അവസാനിപ്പിച്ചു. എന്നാലും അവനെ മുസ്ലിമാക്കി അള്ളാഹു പടച്ച ആ ഒരൊറ്റ നിഅമത്തിൻ്റെ ശുക്ർ പോലും, നന്ദി പോലും അവനെ കൊണ്ട് വിടാൻ സാധ്യമേ അല്ല. ഇത് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബി ഹാമിദിൻ ഖസാലി റഹ്മത്തുള്ളാഹി തആല മഹാനവരുകളുടെ കിതാബിൽ ഉദ്ധരിച്ച ഒരു സത്യമാണ്. ഒരു യഥാർത്ഥ മുസ്ലിമായ മനുഷ്യൻ ലോകത്തിൻ്റെ ഉത്ഭവം മുതൽ ലോകത്തിൻ്റെ അന്ത്യം വരെ അവൻ സുജൂദിൽ കിടന്നാലും അവനെ മുസ്ലിമാക്കി പടച്ച ആ ഒരൊറ്റ നിഅമത്തിൻ്റെ ശുക്ർ, മറ്റു നിഅമത്തുകളുടെ ശുക്ർ അളയിരിക്കട്ടെ, അവനെ മുസ്ലിമാക്കി പടച്ച ആ ഒരൊറ്റ നിഅമത്തിൻ്റെ ശുക്ർ പോലും അവനെ കൊണ്ട് വീടാൻ സാധ്യമല്ല എന്ന് വന്നാൽ എൻ്റെ സ്വന്തം ശരീരത്തോടൊപ്പം എല്ലാവരോടും ഞാൻ ചോദിക്കുന്നു, രണ്ട് ഷഹാദത്ത് കലിമയിലുള്ള ആ പരിപൂർണമായ വിശ്വാസത്തോടു കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവിടെ സൃഷ്ടിച്ചു എന്നത് അല്ലാഹു നമുക്ക് ചെയ്ത എത്ര വലിയ അനുഗ്രഹമാണ്, എത്ര വലിയ അനുഗ്രഹമാണ്. പക്ഷേ പരിശുദ്ധ ഇസ്ലാമിൽ പരിശുദ്ധ കലിമത്തു ഷഹാദയുടെ ആ വിശ്വാസത്തിൽ ജനിച്ചതുകൊണ്ട് കാര്യമായോ? ജനിച്ചതുകൊണ്ട് കാര്യമായില്ല. മരിക്കുന്ന സമയത്തും അതേ പരിശുദ്ധ കലിമത്തു ഷഹാദയുടെ അതേ വിശ്വാസത്തിലായി അതേ കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ നമുക്ക് കഴിയണം. അത് നമുക്ക് സാധിക്കണമെങ്കിൽ എന്ത് വേണം? മരണം വരെയുള്ള നമ്മുടെ ജീവിതം തഖ്വാന്റെ ജീവിതമായിരിക്കണം. മരണം വരെയുള്ള നമ്മുടെ ജീവിതം ശരിയായ നിലക്കുള്ള തഖ്വാന്റെ ജീവിതമായിരിക്കണം. എന്നാലേ മരിക്കുന്ന സമയത്ത് പരിപൂർണമായ ഈമാനോടുകൂടി നമുക്ക് മരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ യാഥാർത്ഥ്യം ഞാനും നിങ്ങളും വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്.
തഖ്വാനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, തഖ്വാന്റെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇബാദത്താണല്ലോ 5 വഖ്ത് നിസ്കാരം. 5 വഖ്ത് നിസ്കാരം ഒരു നിലക്കും നമുക്ക് ഉപേക്ഷിക്കാൻ സമ്മതമില്ലാത്ത ഒരു മഹത്തായ ഇബാദത്താണ് 5 വഖ്ത് നിസ്കാരം. കൂടുതൽ ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല. വേണ്ട പോലെ നമ്മളതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 5 വഖ്ത് നിസ്കാരം അതാതിൻ്റെ അവ്വൽ വഖ്തിൽ നിസ്കരിച്ച് തീർക്കാനുള്ളൊരു നിർബന്ധ ബുദ്ധി എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നിസ്കാരത്തിൻ്റെ ഗൗരവം, നിസ്കാരത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ പ്രിയമുള്ളവരെ, കൂടുതലൊന്നും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല, കൂടുതൽ വിവരിക്കേണ്ട ആവശ്യമില്ല. ലോക മുസ്ലിമീങ്ങളുടെ ഖിബ്ലയാകുന്ന പരിശുദ്ധമായ കഅബ ശരീഫ് ഹജ്ജ് മാസം നമുക്ക് പിറന്നു കഴിഞ്ഞു. ഹജ്ജ് മാസത്തിൻ്റെ 2ാമത്തെ രാത്രിയാണ് ഇപ്പോൾ നാം നിലകൊള്ളുന്നത്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ 5ാമത്തെ റുക്നാകുന്ന ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി, ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, മുക്കുമൂലകളിൽ നിന്ന് ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ പരിശുദ്ധ കഅബാലയത്തിലേക്ക് എത്തിക്കഴിഞ്ഞ സന്ദർഭമാണ്, എത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്, ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഈ ഇരിക്കുന്ന നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത്, ആരോഗ്യം നശിക്കുന്നതിന് മുമ്പ് ആ മഹത്തായ കർമ്മം നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ കഅബ ശരീഫ് ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു അവൻ്റെ മലായിക്കത്തിനെ കൊണ്ട് പടുത്തുയർത്തിയ അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഭവനമാണല്ലോ പരിശുദ്ധമായ കഅബ ശരീഫ്. എന്നാൽ നമുക്കറിയാം, മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തുണ്ടായ വലിയ വെള്ളപ്പൊക്കം കാരണം കഅബ ശരീഫ്, അള്ളാഹിൻ്റെ ഭവനമാകുന്ന പരിശുദ്ധ കഅബ ശരീഫ് തകർന്നുപോയി, ഇടിഞ്ഞുപോയി, പൊളിഞ്ഞുപോയി. ആ തകർന്നുപോയ, പൊളിഞ്ഞുപോയ, ഇടിഞ്ഞുപോയ കഅബ ശരീഫിൻ്റെ പുനർനിർമ്മാണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടും അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോടുമാണ്. ഈ യാഥാർത്ഥ്യം പരിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്, മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യമാണ്. നിസ്കാരത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാനാണ് ഈ വിഷയത്തിലേക്ക് ഞാൻ കടന്നത്. അങ്ങനെ അല്ലാഹുവിൻ്റെ കൽപ്പന സ്വീകരിച്ച് കഅബ ശരീഫിൻ്റെ പുനർനിർമ്മാണം തുടങ്ങി. ആര് തുടങ്ങി? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. വാപ്പയും മകനും ചേർന്നുകൊണ്ട്
കഅബ ഷരീഫിൻ്റെ പുനർനിർമ്മാണം തുടങ്ങിയപ്പോൾ കരിങ്കല്ല് കൊണ്ട് കെട്ടിപ്പോകുന്നൊരു ഒരു കെട്ടല്ലേ. ഇന്നും പോയാൽ നമുക്കവിടെ കാണാനുള്ളത് കരിങ്കല്ല് കൊണ്ട് കെട്ടി പടുത്തുയർത്തിയ ഒരു കെട്ടല്ലേ. പക്ഷേ കരിങ്കല്ലിൻ്റെ കെട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാധാരണ കെട്ട് പോലെയല്ല ആ കെട്ട്. കരിങ്കല്ല് കൊണ്ട് പടുത്തുയർത്തിയ കെട്ടാണെങ്കിലും ആ കെട്ടിനെ അള്ളാഹു ബഹുമാനിച്ചപ്പോൾ നമുക്കും അതിനെ ബഹുമാനിക്കൽ നിർബന്ധമായി. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, കഅബ ഷരീഫിൻ്റെ പുനർനിർമ്മാണം ആരംഭിച്ചപ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കയ്യിലേക്ക് ഓരോ കരിങ്കല്ലിൻ്റെ കഷ്ണം എടുത്തു കൊടുക്കുന്നത് പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണ്. മകൻ്റെ കയ്യിൽ നിന്ന് ഓരോ കരിങ്കല്ലിൻ്റെ പീസും സ്വീകരിച്ച് കഅബ ഷരീഫിൻ്റെ ചുമരിലേക്ക് ഫിറ്റ് ചെയ്യുന്നത് അത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ഇന്നും നമ്മുടെ അനുഭവം അത് തന്നെയാണല്ലോ. ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ചുമര് കെട്ടുന്ന സമയത്ത് കല്ല് എടുത്തു കൊടുക്കാൻ ഒരാൾ വേണം, ഫിറ്റ് ചെയ്യാൻ മറ്റൊരാൾ വേണം. കല്ല് എടുത്തു കൊടുക്കാൻ ഒരാൾ വേണം, അത് ഫിറ്റ് ചെയ്യാൻ മറ്റൊരാൾ വേണം. ഇന്നും നമ്മൾ കാണുന്ന അനുഭവമാണത്. ഇന്നും നമ്മൾ കാണുന്ന ആ അനുഭവം അനുസരിച്ച് കഅബ ഷരീഫിൻ്റെ പുനർനിർമ്മാണം നടക്കുമ്പോൾ കരിങ്കല്ലിൻ്റെ ഓരോ കഷ്ണവും എടുത്തു കൊടുക്കുന്നത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണ്. അത് കഅബ ഷരീഫിൻ്റെ ചുമരിലേക്ക് ഫിറ്റ് ചെയ്യുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള സംഗതി എന്താണെന്നറിയാമോ? പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ കയ്യിൽ നിന്ന് ഓരോ കരിങ്കല്ലിൻ്റെ പീസും സ്വീകരിച്ച് കഅബ ഷരീഫിൻ്റെ ചുമരിലേക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ സൂര്യപ്രകാശം പോലെ ഇന്നും നമുക്ക് കാണാനുണ്ട്. എന്തായിരുന്നു മഹാനവറുകൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന? റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി. രക്ഷിതാവേ, നിസ്കാരം നിലനിർത്തുന്ന കൂട്ടത്തിൽ എന്നെ നീ പെടുത്തണം. നിസ്കാരം നിലനിർത്തുന്ന ഒരു കൂട്ടം പിൻഗാമികളെ എനിക്ക് ഈ ലോകത്ത് നീ ഉണ്ടാക്കിത്തരണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇപ്പുറത്തു നിന്ന് ആമീൻ 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 പറയുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കഅബ ഷരീഫിൻ്റെ 4 ഭാഗവും താഴെ ഭാഗം മുതൽ മേൽഭാഗം വരെ ലാസ്റ്റ് വരെ ഓരോ കരിങ്കല്ലിൻ്റെ കഷ്ണവും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ച് കഅബ ഷരീഫിൻ്റെ ചുമരിലേക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ദുആ വീണ്ടും 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 ആവർത്തിച്ച് ദുആ ചെയ്യുന്നു. മഹാനബികളുടെ ഓരോ ദുആക്കും ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആമീൻ ചൊല്ലുന്നു. അങ്ങനെ കഅബ ഷരീഫിൻ്റെ പുനർനിർമ്മാണം പൂർത്തീകരിക്കുന്നത് വരെ കഅബ ഷരീഫിൻ്റെ ചുമരിലേക്ക് ഓരോ കരിങ്കല്ലിൻ്റെ പീസും വെക്കുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി,
എന്ന് പ്രാർത്ഥിച്ചിട്ടല്ലാതെ ആ ഓരോ പ്രാർത്ഥനയ്ക്കും ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആമീൻ പറഞ്ഞിട്ടല്ലാതെ കഅബ ശരീഫിൻ്റെ പുനർനിർമ്മാണം ഇവിടെ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് മുഫസ്സിറുകൾ അവരുടെ തഫ്സീറിൻ്റെ കിതാബിൽ വിവരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, നിസ്കാരത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ നമുക്ക് അത് തന്നെ ധാരാളം മതി. ആ ഒരൊറ്റ സംഭവം തന്നെ നിസ്കാരത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ നമുക്ക് ധാരാളം മതി. അതുകൊണ്ട് ഇപ്പോൾ നിസ്കാരത്തിനെ കുറിച്ചാണ് പറയലില്ലല്ലോ മൈലാല. നിങ്ങളുടെ ഇപ്പോൾ നിസ്കാരത്തിലേക്ക് കഴിഞ്ഞിന് നമ്മുടെ ഇബാദത്തുകളെ കൂട്ടത്തിൽ, ആരാധനകളെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഇബാദത്ത് നിസ്കാരമായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കൂടുതൽ കൂടുതൽ പറയാനും വിവരിക്കാനും മനസ്സിലാക്കി കൊടുക്കാനും പറ്റിയ അർഹതപ്പെട്ട ഒരു ഇബാദത്ത് അത് നിസ്കാരമായതുകൊണ്ട് ഒരല്പം നിസ്കാരത്തെക്കുറിച്ച് നിങ്ങളെ മുമ്പിൽ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനിയൊക്കെ കൂടുതൽ സംസാരിക്കാൻ സമയമില്ല. ഷെയ്ഖുൽ ഉസ്താദ് അവരുകൾ ഇവിടെ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എൻ്റെ സംസാരം അപ്പോൾ തന്നെ ഞാൻ നിർത്തിക്കളയും. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കൂട്ടത്തിൽ അധികം ആളുകളും നിസ്കരിക്കുന്നവർ തന്നെയാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ എല്ലാവരും അവ്വൽ വഖ്തിൽ തന്നെ നിസ്കരിക്കുന്നവരാണെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. പലരുടെയും നിസ്കാരം അവ്വൽ വഖ്ത് വിട്ട് കിടക്കുകയാണ്. പലരുടെയും നിസ്കാരം അവ്വൽ വഖ്തിലാണെങ്കിൽ പലരുടെയും നിസ്കാരം മധ്യവഖ്തിലാണെങ്കിൽ പലരുടെയും നിസ്കാരം ലാസ്റ്റ് സമയത്താണ്. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരോട്, എൻ്റെ ഉമ്മപെങ്ങന്മാരുണ്ടെങ്കിൽ ഉമ്മപെങ്ങന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, 24 മണിക്കൂർ ഒരു ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തരുന്നുണ്ട്. ഒരു നിസ്കാരത്തിന് 5 മിനിറ്റ് സമയം എന്ന തോതിൽ നമ്മൾ കണക്കാക്കിയാൽ 5 വഖ്ത് നിസ്കാരം നിസ്കരിക്കാൻ നമുക്ക് ആവശ്യം കേവലം 25 മിനിറ്റാണ്. ഒരു വഖ്ത് നിസ്കാരത്തിന് 5 മിനിറ്റ് എന്ന തോതിൽ കണക്കാക്കിയാൽ 5 വഖ്ത് നിസ്കാരത്തിന് നമുക്ക് ആവശ്യം 25 മിനിറ്റാണ്. 24 മണിക്കൂർ ഓരോ ദിവസവും അള്ളാഹു നമുക്ക് അനുവദിച്ചു തരുന്നു. 23 മണിക്കൂർ 35 മിനിറ്റ് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ചെലവാക്കാം. അള്ളാഹു തടസ്സം വരുന്നില്ല, അള്ളാഹു അതിൽ തടസ്സമുണ്ടാക്കുന്നില്ല. ആ കൂട്ടത്തിൽ കേവലം 25 മിനിറ്റ് എൻ്റെ സുജൂദിന് വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് അർഹമുർ-റാഹിമീനായ റബ്ബ്, ഈ സുന്ദരമായ രൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ച റബ്ബ്, നമുക്ക് 2 കൈകൾ തന്ന റബ്ബ്, 2 കാലുകൾ തന്ന റബ്ബ്, 2 കണ്ണുകൾ തന്ന റബ്ബ്, 2 കേൾവികൾ തന്ന റബ്ബ്, മാംസം തന്ന റബ്ബ്, എല്ല് തന്ന റബ്ബ്, മജ്ജ തന്ന റബ്ബ്, ആരോഗ്യം തന്ന റബ്ബ്, കുടിക്കാൻ വെള്ളം തന്ന റബ്ബ്, കഴിക്കാൻ ഭക്ഷണം തന്ന റബ്ബ്, താമസിക്കാൻ വീട് തന്ന റബ്ബ്, സഞ്ചരിക്കാൻ വെഹിക്കിൾസ് തന്ന റബ്ബ്. എന്താണ് അർഹമുർ-റാഹിമീനായ ഒരുവനായ റബ്ബ് നമുക്ക് നൽകാത്തത്? നമുക്ക് നൽകിയതൊക്കെയും നൽകിയത് അവനാണ്. നൽകാനുള്ളതെല്ലാം നൽകാനുള്ളവൻ ആ ഒരേ ഒരു റബ്ബാണ്. അങ്ങനെയുള്ള അർഹമുർ-റാഹിമീനായ ഒരുവനായ റബ്ബ് 23 മണിക്കൂറും 35 മിനിറ്റ് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ചെലവായിക്കോ. കേവലം 25 മിനിറ്റ് എൻ്റെ സുജൂദിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കണമെന്ന് നമ്മോട് ആവശ്യപ്പെടുമ്പോൾ ഇല്ല, ഞങ്ങളതിന് തയ്യാറില്ല,
ആ 25 മിനിറ്റും ഞങ്ങൾ ആവശ്യത്തിന് തന്നെ ഞങ്ങൾക്ക് വേണമെന്നാണോ നമ്മുടെ മറുപടിയെങ്കിൽ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് അവകാശമുണ്ടോ? അവൻ്റെ ഭക്ഷണം കഴിക്കാൻ നമുക്ക് അവകാശമുണ്ടോ? അവൻ്റെ വെള്ളം കുടിക്കാൻ നമുക്ക് അവകാശമുണ്ടോ? വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഏതായിരുന്നാലും ഇരിക്കട്ടെ, ഇത് നിസ്കരിക്കുന്നവരെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. തീരെ നിസ്കരിക്കാത്തവരെ കുറിച്ച് പിന്നെ തീരെ നമുക്ക് ചർച്ചൻ്റെ ആവശ്യമില്ല. അള്ളാഹു 5 വക്ത് നിസ്കാരം അതിൻ്റെ ഹക്ക് പോലെ കൃത്യസമയത്ത് നിസ്കരിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നിസ്കരിക്കുന്നത് കഴിവിൻ്റെ പരമാവധി അവ്വൽ വക്തിൽ തന്നെ നിസ്കരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഹദീസിൽ കാണാം, അവ്വലുൽ വഖ്തി റിദ്വാനുല്ലാഹ് വഔസതുഹു റഹ്മത്തുല്ലാഹ് വആഖിറുഹു അഫ്വുല്ലാഹ്. 5 വഖ്ത് നിസ്കാരം അവ്വൽ വഖ്തിൽ നീ നിസ്കരിച്ചാൽ നിനക്ക് അള്ളാഹിൻ്റെ പൊരുത്തമുണ്ട്. അവ്വൽ വഖ്തിൽ, ആദ്യത്തെ വഖ്തിൽ ഓരോ നിസ്കാരവും നീ നിസ്കരിച്ച് പൂർത്തിയാക്കിയാൽ നിനക്കെന്തുണ്ട്? അള്ളാഹിൻ്റെ പൊരുത്തമുണ്ട്. വഔസത്തുഹു റഹ്മത്തുല്ലാഹ്. അവ്വൽ വഖ്ത് നഷ്ടപ്പെടുത്തി മധ്യ വഖ്തിലാണ് നീ നിസ്കരിക്കുന്നത് എങ്കിൽ അള്ളാഹിൻ്റെ പൊരുത്തം നിനക്ക് നഷ്ടപ്പെട്ടു. പിന്നെന്തുണ്ട്? അള്ളാഹിൻ്റെ റഹ്മത്തുണ്ട്. ഹദീസിൽ കാണാം, വആഖിറുഹു അഫ്വുല്ലാഹ്. മധ്യവക്തും വിട്ട് ലാസ്റ്റ് വക്തിലാണ്, അസ്ർ ബാങ്ക് കൊടുക്കാൻ 10 മിനിറ്റുള്ള സമയത്താണ് നീ ളുഹർ നിസ്കരിക്കുന്നത്, അല്ലെങ്കിൽ മഗ്രിബ് ബാങ്ക് കൊടുക്കാൻ 10 മിനിറ്റുള്ള സമയത്താണ് നീ അസ്ർ നിസ്കരിക്കുന്നത്. ഇങ്ങനെ ലാസ്റ്റ് വക്തിലാണ് നീ നിസ്കരിക്കുന്നത് എങ്കിൽ അള്ളാഹിൻ്റെ പൊരുത്തം നിനക്ക് നഷ്ടപ്പെട്ടു, അള്ളാഹിൻ്റെ റഹ്മത്തും നിനക്ക് നഷ്ടപ്പെട്ടു. പിന്നെന്തുണ്ട്? അള്ളാഹിൻ്റെ അഫു, അള്ളാഹിൻ്റെ മാഫ്. രണ്ടാമത്തെ ബാങ്കിന് മുമ്പ് നിസ്കരിച്ച് നീ ഉള്ളിലാക്കിയല്ലോ, വക്തിൻ്റെ ഉള്ളിലാക്കിയല്ലോ, അതുകൊണ്ട് നിനക്ക് മാഫ്. എന്നാൽ വളരെ ഗൗരവമായി എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാനുള്ളത്, നമുക്ക് ആവശ്യം അള്ളാഹുവിൻ്റെ മാഫാണോ അഫുവാണോ? അല്ല, അഫു വേണ്ട എന്നല്ല, അഫുവില്ലെങ്കിൽ നമ്മളാകെ തോറ്റുപോകും. അള്ളാഹു അവൻ്റെ മഹത്തായ അഫു കൊണ്ട് എല്ലാ വിഷയത്തിലും നമുക്ക് അഫു നൽകുമാറാകട്ടെ. അതുപോലെ അള്ളാഹിൻ്റെ റഹ്മത്തും നമുക്ക് വേണം. റഹ്മത്ത് നഷ്ടപ്പെട്ടു പോയാലും നമ്മൾ തോറ്റുപോകും. അള്ളാഹു കാത്ത് സലാമത്താക്കി തരുമാറാകട്ടെ. അഫുവിനേക്കാൾ റഹ്മത്തിനേക്കാൾ നമുക്ക് ഏറ്റവും ആവശ്യം അള്ളാഹിൻ്റെ പൊരുത്തമാണ്. ഏറ്റവും വലുത് അള്ളാഹിൻ്റെ പൊരുത്തമാണ്. വറിദ്വാനും മിനല്ലാഹി അക്ബർ, ഖുർആനിൽ തന്നെ അള്ളാഹു വിശേഷിപ്പിച്ചതാണ്. അള്ളാഹിൻ്റെ പൊരുത്തം അതാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് എൻ്റെ സ്വന്തം നഫ്സോടും ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളോടും ഞാൻ ഉപദേശിക്കുന്നു, ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഓരോ 5 വക്ത് നിസ്കാരവും ഓരോ വക്തിലുള്ള നിസ്കാരവും അതിൻ്റെ അവ്വൽ വക്തിൽ നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ പൊരുത്തം സമ്പാദിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മേൽ അള്ളാഹു നിർബന്ധമാക്കിയ ആരാധനകളെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ആരാധന അത് നിസ്കാരമാണ്. നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ ഇരുന്ന് നിസ്കരിച്ചോ. ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാതെ വന്നാൽ നീ ചരിഞ്ഞു കിടന്ന് നിസ്കരിച്ചോ. ആ നിലക്കും നിസ്കരിക്കാൻ കഴിയാതെ വന്നാൽ നീ മലർന്നു കിടന്ന് നിസ്കരിച്ചോ. ആ നിലക്കും നിസ്കരിക്കാൻ കഴിയാതെ വന്നാൽ നിൻ്റെ ഖൽബ് കൊണ്ട് തസവ്വുറാക്കി
നിസ്കാരത്തിൻ്റെ അവ്വല് മുതൽ അവസാനം വരെയുള്ള നിസ്കാരത്തിൻ്റെ രൂപങ്ങൾ നിൻ്റെ കൽബിൽ തസവ്വുറാക്കി ഒരു കാസറ്റ് രൂപത്തിൻ്റെ രൂപത്തിലെങ്കിലും നീ നിസ്കരിച്ചോ. അതും കഴിയാതെ വന്നാൽ ഇഷാറത്ത് കൊണ്ട് നീ നിസ്കരിച്ചോ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ശരീഅത്ത് നമ്മോട് കൽപ്പിക്കുന്നത് അതാണ് നിസ്കാരത്തെക്കുറിച്ച്. മറ്റെല്ലാ വിഷയങ്ങൾക്കും ഉദുറുണ്ട്, നിസ്കാരത്തിന് ഒരു ഉദുറും ഇല്ല. നമ്മുടെ ബുദ്ധിക്ക് സ്ഥിരത ഉള്ള കാലത്തോളം, അകലിന് തകരാറ് വരാത്ത കാലത്തോളം, ബുദ്ധിക്ക് തകരാറ് വരാത്ത കാലത്തോളം നിസ്കാരത്തിന് ശറയിൽ ഒരു വിടുതിയുമില്ല. അതിൻ്റെ വക്തിൽ അത് അവ്വൽ വക്തിൽ തന്നെ കഴിയുന്ന രൂപത്തിൽ ആ നിസ്കാരം ഞാനും നിങ്ങളും നിലനിർത്തണം. ഏതുവരെ? മരണം വരെ നിലനിർത്തണം. എന്നാലേ കലിമത്തു ഷഹാദയുടെ വിശ്വാസത്തിലായി ജനിച്ച യഥാർത്ഥ മുസ്ലിമായി ജനിച്ച നമുക്ക് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ കഴിയുകയുള്ളൂ. നമുക്ക് ഈ കാര്യം വളരെ ഗൗരവമായി നമ്മൾ കണക്കിലെടുക്കണമെന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ നിസ്കാരം നിന്നുകൊണ്ട് നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകട്ടെ. ആ നിലക്ക് നമ്മുടെ എല്ലാവരുടെയും ആഫിയത്ത് അള്ളാഹു മെച്ചപ്പെടുത്തട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പലരുടെയും ആഫിയത്ത് മോശമായിട്ടാണുള്ളത്. ഈ ഉള്ളവനും വലിയൊരു ആഫിയത്തിലല്ല ഉള്ളത്. എങ്കിലും ഇത്രയെങ്കിലും അള്ളാഹു ആഫിയത്ത് നിലനിർത്തി. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നമ്മുടെ എല്ലാവരുടെയും ആഫിയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരുമാറാകട്ടെ. ഞാൻ എല്ലാ മജ്‌ലിസും ഇപ്പോൾ അടുത്ത് ദുആർന്നു കൊണ്ടിരിക്കുന്നൊരു ദുആയാണ്. പാനമംഗളൂരിൽ നമ്മുടെ ഒരു സാളു പുതിയാപ്പിള അബ്ദുറഹ്മാൻ മദനി, മക്കളെല്ലാം മൊയ്യാന്മാരാണ്, മരുമക്കളും എല്ലാം മൊയ്യാന്മാരാണ്. സയ്യിദ് മദനി അറബി കോളേജിൻ്റെ ആദ്യകാലത്ത് മഹാനായ ഷെയ്ഖുനാവോ സയ്യിദനാവോ മുർഷിദുന താജുൽ ഉലമയെ കൊണ്ട് ദീർഘകാലം ഓതിപ്പടിച്ച് മദനി ബിരുദം വാങ്ങി ഉള്ളാളത്ത് തന്നെ 10-30 കൊല്ലം ഖിദ്മത്ത് ചെയ്ത ബഹുമാനപ്പെട്ട നമ്മുടെ സാധു പുതിയാപ്പിള അബ്ദുറഹ്മാൻ മദനി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. തലക്കൊരു സർജറി നടന്നിട്ടുണ്ട്. അള്ളാഹുവെ, ഈ മജ്‌ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് മൂപ്പരുടെ എല്ലാ രോഗങ്ങളും പരിപൂർണമായും നീ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നമ്മുടെ ഓൺലൈൻ ഉസ്താദ് ബഷീർ മദനിയുടെ കാക്കയും കൂടിയാണ് അദ്ദേഹം, ഉമ്മാൻ്റെ ആങ്ങളെയും കൂടിയാണ്. മാത്രമല്ല ബഷീർ മദനി ഇങ്ങോട്ട് കയറുമ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ അളിയൻ, മുപ്പല അളിയനുമെന്ന് പറഞ്ഞാൽ കറായ കാസിം ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും അറിയും. കന്യാള ജുമാഅത്ത് പള്ളി അടക്കം ഒരുപാട് ജുമാഅത്ത് പള്ളികളിൽ ദീർഘകാലം ദർസ് നടത്തിയ പഴയ മദനി ഉസ്താദാണ് കറായ കാസിം ഉസ്താദ്. അല്ല, ആ ഉർവാൽ പദവും ഞാൻ കറായ കാസിം, അള്ളാഹു ആഫിയത്തും ദീർഘായുസ് കൊടുക്കട്ടെ. എനിക്ക് കമ്പീസായിപ്പോയി. മൂപ്പർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മൂപ്പര അളിയൻ കാസിം ഉസ്താദ് എന്ന് ഞാൻ മനസ്സിലാക്കി. അതുപോലെ മൂപ്പരത് പെങ്ങളും സുഖമില്ല, ഹോസ്പിറ്റലിലാണ്. അള്ളാഹുവെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അള്ളാഹ്. അതുപോലെ എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽപ്പെട്ട ബന്ധപ്പെട്ടവരിൽപ്പെട്ട പലരും പല ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുകയാണ്. എല്ലാവർക്കും പരിപൂർണമായ ശിഫ നീ നൽകണേ അല്ലാഹ്. എല്ലാവരുടെയും ആഫിയത്ത് നീ മെച്ചപ്പെടുത്തണേ അല്ലാഹ്. ഏറ്റവും വലിയ സമ്പത്ത് ആഫിയത്താണ്. പൊന്നല്ല, വെള്ളിയല്ല, ബിസിനസ്സല്ല, ഏർപ്പാടല്ല. നമുക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ആഫിയത്താണ്. അതുകൊണ്ട് സലുല്ലാഹൽ ആഫിയ, അള്ളാഹിനോട് സദാസമയം നിങ്ങൾ ആഫിയത്ത് ചോദിച്ചു കൊള്ളണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിച്ചതായി ഹദീസിൽ കാണാം.
അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത വമ്പിച്ച രണ്ട് നിഅമത്തുകൾ, ഒരു നിഅമത്താണ് സിഹത്ത്, ആഫിയത്ത്. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസിൽ കാണാം, നിഅമത്താനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ്. മനുഷ്യനിക്ക് അല്ലാഹു നൽകുന്ന വമ്പിച്ച രണ്ട് നിഅമത്തുകളാണ് അവനിക്ക് അല്ലാഹു നൽകിയ ആഫിയത്ത്, ആരോഗ്യം. മറ്റൊന്ന് അവനിക്ക് കിട്ടുന്ന ഒഴിവ് സമയം. വിസി, രാത്രിയും വിസി, പകലും വിസി, പോക്കലും വിസി, വരവിലും വിസി, ഇരുത്തത്തിലും കിടത്തത്തിലും എപ്പോഴും നമുക്ക് വിസി തന്നെ. മനസ്സിലായി? എത്ര വിസി ഉണ്ടെങ്കിലും ആ വിസികൾക്ക് ഇടയിൽ ചില സമയത്ത് 1 മണിക്കൂർ 2 മണിക്കൂർ നമുക്ക് ഫ്രീ ആയി കിട്ടാറുണ്ട്. ആ ഫ്രീ ആയി കിട്ടുന്ന സമയം അല്ലാഹു നമുക്ക് നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ആരോഗ്യം എന്ന ആ വമ്പിച്ച നിഅമത്ത്, ഫ്രീ സമയമെന്ന ആ വമ്പിച്ച രണ്ടാമത്തെ നിഅമത്ത്, ഈ രണ്ട് നിഅമത്തുകൾ നിങ്ങളെല്ലാവരും ശരിക്കും ഉപയോഗപ്പെടുത്തണം. നിഅമത്താനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ്. മനുഷ്യനിക്ക് അല്ലാഹു നൽകിയ വമ്പിച്ച രണ്ട് നിഅമത്തുകൾ. ഇത് പറഞ്ഞിട്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? ബഹുഭൂരിപക്ഷം ജനങ്ങളും ആ വമ്പിച്ച നിഅമത്തുകൾ ഉപയോഗപ്പെടുത്തുന്നവരല്ല, നഷ്ടപ്പെടുത്തുന്നവരാണ്. ഉപയോഗപ്പെടുത്തുന്നവർ വളരെ കുറവാണ്. എന്നിട്ട് ആ വമ്പിച്ച രണ്ട് നിഅമത്തുകൾ അല്ലാഹുവിൻ്റെ റസൂൽ നമുക്ക് വിവരിച്ചു തരുന്നു. അസ്സിഹത്തു വൽ ഫറാഗ്. ഒന്ന് നമുക്ക് അല്ലാഹു നൽകുന്ന ആരോഗ്യം, മറ്റൊന്ന് നമുക്ക് അല്ലാഹു തരുന്ന ഒഴിവ് സമയം. ഇത് സഹീഹുൽ ബുഖാരിയിലുള്ള 7000 ചില്ലാനം ഹദീസുകളെ കൂട്ടത്തിൽ ഒരു ഹദീസാണിത്. അല്ലാഹുവേ, ഈ സാധുക്കളായ പാവങ്ങളായ ഞങ്ങൾക്ക് ഞങ്ങളെ ആഫിയത്ത് നീ നിലനിർത്തി തരണേ അല്ലാ. മരിക്കുന്നതുവരെ ഞങ്ങളുടെ ആരോഗ്യം നീ നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളുടെ ആരോഗ്യം നീ നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളുടെ ആരോഗ്യം നീ മോശമാക്കിക്കളയല്ലേ അല്ലാ. സുന്നത്ത് ജമാഅത്തിൻ്റെ മഹത്തുക്കളായ മുഴുവൻ സാദാത്തുക്കൾക്കും മുഴുവൻ ഉലമാക്കൾക്കും ഇവിടെ നമുക്ക് സംസാരിക്കാൻ വരുന്ന മഹാനായ ശൈഖുന പേരുൾ ഉസ്താദ് മഹാനവറുകൾക്ക് അടക്കം എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി ഈ സമുദായത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ സമുദായത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ സമുദായത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അവസാനമായി എല്ലാവരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധ കലിമത്തു തൗഹീദിൻ്റെ വിശ്വാസക്കാരായി നമ്മളെ അല്ലാഹു ഇവിടെ ജനിപ്പിച്ചു എന്നത് അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പക്ഷേ ആ അനുഗ്രഹം അത് മരിക്കുന്നത് വരെ, മരണം വരെ അത് നിലനിൽക്കണം. കലിമത്ത് തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ ജനിച്ച നമ്മൾക്ക് കലിമത്ത് തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അതേ വിശ്വാസത്തിലായി അതേ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഈ ലോകത്തോട് വിട പറയാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ഈ മജ്ലിസിൽ വെച്ച് ഞാൻ ദുആ ചെയ്യുകയാണ്. പക്ഷേ ആ നിലക്ക് കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവനും ശരിയായ നിലക്കുള്ള തഖ്വാന്റെ ജീവിതം നിലനിർത്താൻ നമുക്ക് കഴിയണം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ളവൻ
അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും ബഹുമാനമുള്ളവൻ ശരിയായ നിലക്ക് തഖ്വ നിലനിർത്തിയ വിഭാഗമാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയത് നമുക്കറിയാം. ഹദീസിലും കാണാം, ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലി അജമിയ്യിൻ അലാ അറബിയ്യിൻ വലാ ലി അബിയള അലാ അസ്വദ വലാ ലി അസ്വദ അലാ അബിയള ഇല്ലാ ബിത്തഖ്വ കുല്ലുക്കും മിൻ ആദമ വ ആദമു മിൻ തുറാബ്. ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ. അറബി ഭാഷ സംസാരിക്കുന്നവനിക്ക് അനറബി ഭാഷ സംസാരിക്കുന്നവനേക്കാൾ ബഹുമാനമില്ല. വലാ ലി അബിയള അലാ അസ്വദ. കറുത്തവനേക്കാൾ വെളുത്തവനിക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ബഹുമാനമില്ല. വലാ ലി അസ്വദ അലാ ഹബിയള. വെളുത്തവനേക്കാൾ കറുത്തവനിക്കോ കറുത്തവനേക്കാൾ വെളുത്തവനിക്കോ നിറം നോക്കിയിട്ട് ഭാഷ നോക്കിയിട്ട് അള്ളാഹു ഇവിടെ ആർക്കും ബഹുമാനം കൊടുക്കുന്നില്ല. ഇല്ലാ ബിത്തഖ്വ. ആരുടെ ജീവിതത്തിലാണോ ശരിയായ തഖ്വ ഉള്ളത്, ആരാണോ ശരിയായ തഖ്വാന്റെ ജീവിതം ഇവിടെ ജീവിക്കുന്നത്, അവർക്ക് മാത്രമാണ് അള്ളാഹിന്റെ അടുക്കൽ സ്ഥാനം. നിറം നോക്കിയിട്ടോ ഭാഷ നോക്കിയിട്ടോ ഗോത്രം നോക്കിയിട്ടോ ഇവിടെ ഒരാൾക്കും അള്ളാഹിന്റെ അടുക്കൽ സ്ഥാനമില്ല. ആരുടെ ജീവിതത്തിലാണോ ശരിയായ തഖ്വ ഉള്ളത്, ആ തഖ്വന്റെ അഹ്ലുകാർക്കാണ് അള്ളാഹിന്റെ സ്ഥാനം, അള്ളാഹിന്റെ അടുക്കൽ സ്ഥാനം. ഇത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എൻ്റെ സ്വന്തം നഫ്സോടും എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലമൊക്കെ കഴിഞ്ഞു. ഇനി മുന്നോട്ടുള്ള ജീവിതമെങ്കിലും ശരിയായ നിലക്കുള്ള തഖ്വാന്റെ ജീവിതമാക്കി മാറ്റാൻ നമ്മളെല്ലാവരും തയ്യാറാകണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മഹത്തായ ഈ സംരംഭം ഇവിടെ ഒരുക്കിയ നമ്മുടെ സംഘടനാ പ്രവർത്തകർക്ക് അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മുടെ ഈ വൈരിക്കെട്ട ജമാഅത്തിൽ കൂടിപ്പിരിയുന്ന എല്ലാവരെയും അല്ലാഹു ഇത്തിഫാഖിലും യോജിപ്പിലും ഐക്യത്തിലും സന്തോഷത്തിലും ആക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയുടെ ചുറ്റുവശത്ത് മറപ്പെട്ടു കിടക്കുന്ന നമ്മുടെ കുടുംബക്കാരും അല്ലാത്തവരുമായ നൂറുകണക്കിന് മോമിനിങ്ങൾ മോമിനാത്തുകൾ എല്ലാവരുടെയും ആഖിറം നീ വെളിച്ചമാക്കണേ അല്ലാ. എല്ലാവരുടെയും പരലോക ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. എല്ലാവരുടെയും ആഖിറം നീ വെളിച്ചമാക്കണേ അല്ലാ. അല്ലാഹുവേ, സാധുക്കളായ ദോഷികളായ പാവങ്ങളായ ഞങ്ങൾ മരിച്ച ഖബറിലെത്തിയ സമയത്ത് ഞങ്ങളുടെ ഖബറും ഞങ്ങൾക്ക് നീ പ്രകാശിപ്പിച്ചു തരണേ അല്ലാ. നീ വീതിയാക്കി തരണേ അല്ലാ. നീ വീതിയാക്കി തരണേ അല്ലാ. നീ വിശാലമാക്കി തരണേ അല്ലാ. നീ വിശാലമാക്കി തരണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഈമാൻ നീ കാക്കണം, ഈമാൻ നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാ. ഞങ്ങളുടെ ഈമാൻ നീ പൂർണ്ണമാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ഈമാൻ നീ പൂർണ്ണമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിൽ ഞങ്ങളെ നീ അടിയുറപ്പിക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ശൈഖുനാ പേരോട് ഉസ്താദ് നിമിഷങ്ങൾക്കകം അതാ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുകയാണ്. മഹാനവർ വരുന്ന സമയത്ത് മഹാനവർക്ക് ഒരു സ്വാഗതഗാനം ഇവിടെ പാടാനുണ്ട് ഇൻഷാ അല്ലാ. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരത്തിൽ നിന്ന് ഒഴിവാകുന്നു. അല്ലാഹു ഇതുവരെ പറഞ്ഞതും കേട്ടതും പറഞ്ഞവനും കേട്ടവർക്കും എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ഉപദേശമായി നീ സ്വീകരിക്കണേ അല്ലാ. ഷെയ്ഖുനാ പേരോട് ഉസ്താദ് മഹാനവറുകൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന ഉപദേശം നിർദ്ദേശങ്ങൾ ചെയ്ത് ദുആ ചെയ്ത് റാഹത്തോടെ മടങ്ങിപ്പോകാൻ
സാധവരുകൾക്ക് നീ അവസരം നൽകണേ അല്ലാ. ഉള്ളാളത്തെ ഉറൂസിൽ മഹാനവരുകൾ പ്രസംഗിച്ച പ്രസംഗം സുബ്ഹാനല്ലാഹ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹുവേ, അതുപോലത്തെ അർത്ഥവത്തായ പഠനാർഹമായ ഒരുപാട് ഉപദേശങ്ങൾ മഹാനവരുകളിൽ നിന്ന് കേൾക്കാനും അത് ശ്രദ്ധിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. دعاء وصية السلام عليكم ورحمة الله وبركاته.